നമസ്കാരം എല്ലാവർക്കും AZD അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് എന്താണ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, കുറെ പേര് പഠിക്കാതിരിക്കുന്നവരുണ്ട് അല്ലെ. ആദ്യമേ അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസും യൂട്യൂബിലെ ലൈവ് ക്ലാസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ ഇനിയും ഈ പരീക്ഷയ്ക്ക് ഇതുവരെയായിട്ടും തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നറിയാതെ കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ മുൻപ് തന്നെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലോട്ടുള്ളൂ അല്ലെ. അപ്പൊ ആ ദിവസങ്ങളിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇൻ കേസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പോലും പലതും നമ്മൾ മറന്നുപോകും അല്ലെ. അപ്പൊ റെഗുലർ ആയിട്ട് നമ്മളെ റിവിഷനോടും അതുപോലെ ഇനിയുള്ള മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക്സ് പഠിച്ച് PYQ മുന്നേറി SCERT ഇൻക്ലൂഡ് ചെയ്ത് മുന്നേറുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലേക്കുള്ള ഇനി ഏതൊരു വഴി എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഏറ്റവും പുതിയ സിലബസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്കറിയാം, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരളം ഭരണം, ഭരണ സംവിധാനം, ബയോളജി ആൻഡ് ലൈഫ് സയൻസ്, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കലാ, കായിക, സാഹിത്യം, കമ്പ്യൂട്ടർ, പ്രധാന നിയമങ്ങൾ, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പൊ ഇത്രയും തുടങ്ങിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുൻതൂക്കം, അതായത് വെയിറ്റേജ് ഏത് സബ്ജക്ട്സിനാണോ കൂടുതൽ വരുന്നത് അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആദ്യമേ നിങ്ങളുടെ പഠനത്തിൽ മസ്റ്റ് ആയിട്ടും ആ സബ്ജക്ട്സ് എന്ത് ചെയ്യണം, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്കറിയാം, കറണ്ട് അഫയേഴ്സ് അതുപോലെ 10 അല്ലെ, അപ്പൊ 30, 50 മാർക്കിന്റെ ഏരിയ നമ്മുടെ ഇവിടെ തന്നെയുണ്ട് അല്ലെ. ഇനി അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ് നോക്കാം. അപ്പൊ സയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്രയാണ്, 12 മാർക്കാണ് നമുക്കിവിടെ സയൻസിന് വരുന്നത് അല്ലെ. അപ്പം 62 മാർക്കിന്റെ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ആദ്യത്തെ സെറ്റ് ഓഫ് സബ്ജക്ട്സ് എന്ത് ചെയ്യണം, നമ്മുടെ പഠനത്തിൽ നിങ്ങൾ സിലബസ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ മസ്റ്റായിട്ടും ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി അതുപോലെ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും നമ്മൾ ഈ ഒരു വളരെ ചുരുങ്ങിയ ദിവസം, ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ നോക്കുക, മെയിനായിട്ടും ഈ സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക. അതായത് റീസെന്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് June 2 അപ്പൊ അതിന് മുൻപ് നടന്ന ലാസ്റ്റ് ഡേ നടന്നൊരു എക്സാം ആയിരുന്നു LGS. അതുപോലെ തന്നെ നമുക്ക് 12th ലെവൽ ആവട്ടെ, 10th ലെവൽ ആവട്ടെ, ഒരുപാട് എക്സാമുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ സെയിം ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് തന്നെ വന്നില്ലെങ്കിൽ പോലും ആ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ട് ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ആ ഏരിയാസ് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വളരെ ചുരുങ്ങിയ ദിവസം, ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 70 ദിവസം കൊണ്ട് നിങ്ങൾ ആ ഒരു ഡേയ്സിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഡേയ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ AZB അക്കാഡമിയിൽ നമ്മളൊരു 70 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം വലിച്ചൊരു പഠിക്കാനുള്ള ഒരു ടൈം നമുക്ക് ഇവിടെ ഇല്ല. മാത്രമല്ല നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതും PSL നിർബന്ധമായിട്ടും ചോദിക്കുന്നതിൽ ടോപ്പിക് ഉറപ്പ് പറയുന്ന കുറച്ച് ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് 70 ഡേ കൊണ്ട് നമ്മളൊരു ക്രാഷ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് Day 1, Day 2, Day 3 ഇങ്ങനെ ഓരോ ഡേയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. Day 1 ഇത്ര സബ്ജക്ട്, Day 2 ഇത്ര സബ്ജക്ട്, അങ്ങനെ Day 70 വരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നൽകുന്നുണ്ട്. അപ്പോൾ ഒരു ഇംഗ്ലീഷിന്റെ ക്ലാസ്, ഒരു ബയോയുടെ ക്ലാസ്, ഒരു മാത്സിന്റെ ക്ലാസ്, അതിൻ്റെ കൂടെ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മോക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ Day 1 കംപ്ലീറ്റ് ആയി.
അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ദിവസവും നമ്മൾ മാത്സിൻ്റെ ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലൈവ് ഡിസ്കഷൻസും ഡെയിലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക് അനുസരിച്ചിട്ടുള്ള ആ ചോദ്യത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന PYQs മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നത്. ഇത് 70 ഡേയ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ജോലിക്ക് പോകുന്നവരുണ്ടാവും, അമ്മമാരുണ്ടാവും, അങ്ങനെ പല പല ആളുകളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ പ്രധാനമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് രാവിലെ ഒരു 1.5 മണിക്കൂർ, വൈകിട്ട് രാത്രി ഒരു 1.5 മണിക്കൂർ, അങ്ങനെ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അനായാസമായിട്ട് ഈ പരീക്ഷയിൽ ഈ വരുന്ന 70 ഡേയ്സ് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് ആ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല എല്ലാ ദിവസവും നമ്മുടെ യൂട്യൂബിൽ നമ്മൾ 4:30 and 3 o'clock ഈ ഒരു ടൈമിൽ ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.